അപ്പോൾ പീനട്ട് ക്യാൻഡി അല്ലെങ്കിൽ ചിക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കപ്പലണ്ടി, 1/2 കപ്പ് പഞ്ചസാര, അതിനകത്ത് 3 ഏലക്കായോട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് അലിയിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ അതിനാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ഇനി ഏലക്ക ഓപ്ഷണലാണ്. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അടുത്തായിട്ട് നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കപ്പലണ്ടി അവിടെ നിന്ന് തണുത്ത് തൊട്ടപ്പോഴത്തേനും നമുക്ക് ഇത് ഇടാനായിട്ടൊരു ട്രേ സെറ്റ് ചെയ്യാം. ഞാൻ ഫോയിൽ പേപ്പറാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അപ്പോൾ അത് പരത്താനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ചപ്പാത്തിയുടെ കോലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലൂടെ നമുക്ക് എണ്ണ തടവി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ കട്ടോരിയോ എടുക്കാം. അതിൻ്റെ ബേസിൽ ഇങ്ങനെ കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് പഞ്ചസാര നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് പൊടിച്ചെടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് അലിഞ്ഞ് വരും. ഇത് നിരത്തി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട, അത് കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തോന്നും ഇത് നന്നായിട്ട് മിക്സ് ആവത്തില്ല, ഇത്രയും പഞ്ചസാര പോരാന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട, കാരണം പെട്ടെന്ന് പഞ്ചസാരയില്ല, പെട്ടെന്ന് ക്രിസ്റ്റലായിപ്പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫോയിൽ പേപ്പറിലോട്ടിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് നമ്മൾ എണ്ണ തടവി വെച്ചിരിക്കുന്ന ഫോയിൽ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചപ്പാത്തിക്കോലിലും എണ്ണ തടവി വെച്ചിട്ടില്ല, അത് ഇങ്ങനെ പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടി പിടിക്കും. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് അന്നേരം തന്നെ അത് കട്ട് ചെയ്ത് ഇങ്ങനെ മാർക്കിങ്സ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് അങ്ങനെ മാർക്കിങ്സ് ചെയ്തില്ലെങ്കിൽ എടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പം അന്നേരം തന്നെ നമ്മളതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പീനട്ട് ക്യാൻഡി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഹെൽത്തി ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ശർക്കരയും യൂസ് ചെയ്യാം. പക്ഷേ ശർക്കര യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ആകെപ്പാടെ നമ്മൾ പഞ്ചസാരയും കപ്പലണ്ടിയും ഏലക്കയും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. താങ്ക് യു.